അയ്യോ എന്റെ തുളസിത്തറ ഗർഭിണിയായോ? ഇതെന്താ വീർത്തിരിക്കുന്നത്? അയ്യോ കള്ളൻ കള്ളൻ നാട്ടുകാരെ ഓടി വായോ ഓടി വായോ കള്ളൻ 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 കള്ളൻ. ആരാ? ക്രിസ്മസ് പപ്പ. അയ്യോ പോലീസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് വരുവോ? അപ്പൊ അത് മനസ്സിലായി. എന്നിട്ടാണ് നിങ്ങൾ പാഞ്ചം പൂജം തല്ലിയത്. എന്താ ഇപ്പൊ ഇവിടെ വന്നേ? മിണ്ടരുത്. രമേശന്റെ ഭാര്യയല്ലേ? എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സാർ. അല്ല രമേശന്റെ ഭാര്യയാണ് സാർ. അവൻ ഈ നാട് മുഴുവൻ നടന്ന് മോഷ്ടിക്കുക. കുറെ നാളായി പോലീസുകാരെ വെട്ടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അവനെ പൊക്കി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന എന്താണെന്നറിയാം? എന്തിനാ? അവനെ പകല് വന്നാൽ കിട്ടത്തില്ല. വെളുപ്പിനെ ആവുമ്പോ കൈയോടെ പൊക്കാൻ പറ്റും. അവനെ കൈയെ പൊക്കി അകത്തായി കഴിഞ്ഞാണ്ടല്ലോ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടി എനിക്ക് നടാൻ പറ്റും. സാറേ സാറൊരു തൂവലിന് വേണ്ടിയിട്ടാണ് വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്നിരുന്നത്. സാറിന് എത്ര തൂവല് വേണം? ഈ പപ്പും പൂടയ്ക്കും വേണ്ടി ഇങ്ങനെ വന്ന് ഉറക്കമുളച്ചിരിക്കേണ്ട കാര്യമുണ്ടോ സാറേ? എന്റെ കോഴിക്കോട്ടിൽ 5-6 തൂവലുണ്ട്. അതിൽ ഒരെണ്ണം സാറിന് കൊണ്ട് ഞാൻ തരാം. അതല്ല സാറിന് മയിലിന്റെ പീലി വേണമെങ്കിൽ അതും കൊണ്ട് തരാം ഞാൻ. ഒരു മയിലിന്റെ തൂവലല്ലേ എനിക്ക് ആവശ്യം. എനിക്ക് പൊൻതൂവല് തന്നെ വേണം. മനസ്സിലായോ? അവനെ ഞാൻ കൈയോടെ പൊക്കുന്നു. അറെ വേണ്ട സാറേ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ. കൊണ്ടുപോകും. ഇന്ന് ഞാൻ പിടിക്കും. അയ്യോ പിടിക്കല്ലേ സാറേ, പിടിക്കല്ലേ. ഒരു പെണ്ണ് മാത്രമുള്ള വീട്ടിൽ കയറി പിടിക്കല്ലേ സാറേ, പിടിക്കല്ലേ സാറേ. നിങ്ങളെ പിടിക്കണ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ നിങ്ങളെ ഭർത്താവ് ഞാൻ പിടിക്കുന്നു. എന്റെ ഭർത്താവിനെ പിടിക്കുന്നു? അതെന്തിനാ എന്റെ ഭർത്താവിനെ പിടിക്കുന്നു? സാറ് പറയാറോ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേ സാറേ. പിടിച്ചേ ഞാൻ സാറെന്തിനാ ഈ ഉടുപ്പൊക്കെ ഉറുന്നേന്? അവനെ എന്റെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട് കളയും. അതുകൊണ്ട് വേഷപ്രശ്നായി ഇവിടെ നിന്ന് അവനെ ഞാൻ പൊക്കും. അവൻ വരുമ്പം ചോദിക്കുകയാണെങ്കിൽ ബോംബെന്ന് വന്ന എന്റെ അമ്മാവനാന്ന് പറഞ്ഞാൽ മതി. അല്ല എന്റെ അമ്മാവന്മാരെയൊക്കെ ചേട്ടൻ അറിയാം, നന്നായിട്ട് അറിയാം, രമേശൻ അറിയാം. ഇനി ചെറുപ്പത്തിലെ നാട് വിട്ട് ബോംബെ പോയ അമ്മാവനാന്ന് പറഞ്ഞാൽ മതിയെന്ന് മനസ്സിലായോ? അയ്യോ ഇപ്പൊ കറക്റ്റ് അമ്മാവൻ കേട്ടോ. ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ വരുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും ഹിന്റ് കൊടുത്താൽ ഇത് കണ്ടല്ലോ സാറേ ഇതിലെന്താ ഉണ്ട്? ഇതിനകത്ത് ഉണ്ടയുണ്ട്. അപ്പൊ ഒന്നും ഇല്ലല്ലേ? ഉണ്ടയുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് 4 ബുള്ളറ്റിനകത്തുണ്ട്. ആ പള്ളക്ക് ഞാൻ വെച്ചിട്ട് നിർത്ത്. ഓവറാക്ഷൻ വേണ്ട, ഓവറാക്ഷൻ വേണ്ട. അവൻ വരുമ്പോ ഞാൻ പൊക്കും. മനസ്സിലായല്ലോ? അവൻ വരട്ടെ. രമേശ മരല്ലേ, രമേശ മരല്ലേ, രമേശ വരല്ലേ, രമേശ മരുന്നു. രമേശ പോ, രമേശ പോ. അത് കൊള്ളാം. ഭർത്താവ് രാവിലെ പണിക്ക് പോയിട്ട് നേരം വിളിക്കുമ്പോ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പറയണത്? ഭർത്താവ് പോകുന്നു. എടി ഇന്ന് ഒരു ഇതാരത്? അത് ബോംബെന്ന് നാട് വിട്ട അമ്മാവൻ. ബോംബെന്ന് അല്ല നാട്ടിൽ നിന്ന് ബോംബെ വിട്ട അമ്മാവൻ. എന്താന്ന് വെച്ച് പറഞ്ഞു? ഇത്ര ബോംബെയിലോട്ട് നാട് വിട്ടു പോയ അമ്മാവൻ. നിങ്ങൾക്ക് ഇങ്ങനെ അമ്മാവുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. എനിക്ക് അറിയത്തില്ല, ഇന്ന് വെളുപ്പക്കാലത്താ കണ്ടത്. സത്യം പറഞ്ഞ ഒരമ്മാവന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. എനിക്ക് ആരുമില്ല. ഞാനിവളെ വഴി നീട്ടിപ്പോ കെട്ടിക്കൊണ്ട് പോകുന്ന അമ്മാവൻ. എന്താ അമ്മാവൻ ഈ കൊച്ചുനാളിൽ ഒളിച്ചു പോയത്? എടി ഇന്നത്തെ ബിസിനസ് നടന്നിട്ടില്ല കേട്ടാ. അമ്മാവൻ ഈ കൊച്ചുനാളിൽ ഒളിച്ചു പോയത് അതെന്നാന്നറിയാമോ മക്കളെ? കൊച്ചിലെ ഞാൻ എനിക്ക് ചെറിയ മോഷണവും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മോഷണവും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ടീമല്ലേ? അല്ല നമുക്കതിന് മോഷണമൊന്നും ഇല്ലല്ലോ രമേശ. പിന്നെ നമ്മള് എങ്ങനെ കഴിക്കണത്? നീ ഇത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങ് ഒരു ദിവസം എന്തായാലും ഒരുപാട് നാൾ മോഷിച്ച ഒരു ദിവസം പിടിക്കപ്പെടും. അത് നമ്മുടെ കട്സാണ്. എത്ര കട്സായിട്ട് തന്നാലും ഒരു ദിവസം പിടിക്കും. പോലീസ് പിടിക്കും. നമ്മുടെ പവർ പോലെ ഇരിക്കും. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം നാട്ടുകാരെല്ലാം കൂടി എന്നെ പിടിച്ച് ആ വിഷമത്തിന് ഞാൻ കള്ളവണ്ടി കയറി ബോംബെ പോയതാ. ആണല്ലേ? പക്ഷെ നമ്മൾ ഇത്ര നാളെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു പിടുത്തവും പിടിച്ചിട്ടില്ല. എന്നെ പിടിച്ചിട്ടില്ല. പിടിക്കും. പിടിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഒരു രസം ഉണ്ടായി. അത് പറ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഏതായാലും ബിസിനസ് ഡള്ളാണ്. എന്റെ പണി ഇച്ചിരി ഡള്ള. അത് നമ്മുടെ ഇവിടെ ഒരു എസ് ഐ വന്നിട്ടുണ്ട്, ഒരു തുക. അവനെ ഉണ്ടല്ലോ, അവനെ രാജവെമ്പാല ഒത്തിച്ചാവും. അവൻ അങ്ങനെ ചാവണം. രാജവെമ്പാല വേണ്ട, ഒരു നീർക്കോലി കടിച്ച് അത്താഴം മുടങ്ങിയാൽ മതി. അല്ലല്ല പറ്റില്ല. അവൻ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കാലൊരു 6 ആണി അടിച്ചിട്ട് ഞാൻ അവനെ കൂട്ടി. എനിക്ക് അത്രയ്ക്ക് കലിയാണ് അവൻ. കാരണം ഇപ്പൊ മോഷ്ടിക്കാൻ ഇറങ്ങാൻ പറ്റില്ലെന്ന്. ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തൊരു വീട്ടിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തു. എന്തിനാ ഇതൊക്കെ പറയുന്നത്? അമ്മനോട് പിന്നെ കാര്യങ്ങൾ പറയണ്ടേ? അപ്പൊ അവിടെ ചെന്നപ്പം പോലീസുകാർ ചെറിയൊരു ഏറിട്ട് നോക്കിയാണ്. ടയർ നാളെല്ലാം കുത്തി കയറി ജീപ്പിന്റെ. എന്ന് പോലീസുകാർ ചോദിച്ചില്ല. അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. എസ് ഐ ഉണ്ടായിരുന്ന ഞാൻ അതിനകത്തിട്ട് കത്തിച്ചെന്നെ. എന്നിട്ട് നേരെ ആ വീട്ടിൽ ചെന്നപ്പം ഒരു 19-25 വയസ്സായ തള്ള മാത്രമേ ഉള്ളൂ. പിള്ളേരെ കൊണ്ട് ടൂർ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നതാണേ. അങ്ങനെ അവരെ കണ്ടപ്പോ ഒന്നും തോന്നിയില്ല. അവരുടെ ഒന്നുമില്ല. പിന്നെ 2 ഗ്ലാസ് പാലും തിളപ്പിച്ച് 2 മുട്ട ഓംലേറ്റും ഉണ്ടാക്കി തള്ളക്ക് കൊടുത്ത്. ഇല്ല, ഞാൻ കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുത്ത് നേരെ പോന്നു. ഇവക്കൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും രാവിലെ കൊണ്ട കൊടുത്തില്ല, ഭയങ്കര പിണക്കുവാ.
പിന്നെ വഴി വെച്ചിട്ടപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരെ കണ്ട് ഹലോ അളിയാന്നും പറഞ്ഞ് ഇങ്ങനെ കൈ തന്ന് അവന്റെ കൈ എന്നാ മോതിരം ഉരുക്കൊണ്ട് പോകുന്നു. ഇതേ ഉള്ളിന്ന് കേട്ടോ, ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇത് രമേശന്റെ മോതിരമല്ലേ? മുതലല്ലേ കണ്ട തെണ്ടികളൊക്കെ തെണ്ടി മേടിച്ച മുതൽ. നമ്മൾ അങ്ങനെയാണല്ലോ അമ്മാവാണല്ലോ ഇതൊക്കെ ചെയ്യണേ. എനിക്കൊരു സംശയം, നീ എങ്ങനെയാണ് ഈ പോലീസുകാരെയൊക്കെ വെട്ടിച്ച് മോഷണം നടത്തുന്നത്? ഒന്നുമില്ല, എന്തെങ്കിലും ടെക്നിക്കാണ്. അമ്മാവനും കൂടെ എന്ന് പറഞ്ഞതാ. ഒന്നുമില്ല അമ്മാവാ, നമ്മൾ ഉണക്കമീനുമായിട്ട് എല്ലാം പട്ടി. അമ്മാവനെ അതൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ, അതന്നെ ഇടക്കിടക്ക് കേട്ട് പഠിക്കാലോ. ഈ എന്റെ മോഷണ രീതികൾ എങ്ങനെയാണ്? നമ്മളെ ഒരു ഉണക്ക മീനുമായിട്ട് നമ്മൾ രാവിലെ രാത്രി അങ്ങ് ചെല്ലും. ആരും ഉള്ളെങ്കിൽ പട്ടിക്ക് ഇട്ട് കൊടുക്കും, പട്ടിയുടെ ശല്യം അതോടുകൂടി ക്ലോസ്. പിന്നെ നമ്മൾ കട്ടാമരക്ക് വാതിൽ കുത്തിപ്പുറക്കും. അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേശം ചുറ്റിയൊക്കെ തലക്കെട്ട് ചെറിയ ഞൊട്ട് കൊലപാതകം അങ്ങനെയല്ല, ചിലപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് മരിക്കും, അത് നമുക്ക് വിഷയമല്ല. പക്ഷെ അവർക്ക് സാധനങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ നിസ്സാരമായ സംഭവങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മാസം ഞാൻ ചെയ്തത് 40 മോഷണമാണ്. അമ്മാനോടായോണ്ട് പറയാം, 40 മോഷണം. ഭയങ്കര 40 മോഷണം നടത്തിയല്ലേ? അതൊക്കെ അനുകരിച്ച് ജീവിക്കാൻ നോക്കാം. രമേശ എല്ലാം പറഞ്ഞല്ലേ? എല്ലാം പറഞ്ഞു. അമ്മാവനോട് എല്ലാം പറയണം, എല്ലാം പറയണം. ഞാൻ കൂട്ടുപ്രതിയല്ലേ? എനിക്കിത് യാതൊരു പങ്കുമില്ല കേട്ടോ. നീ അമ്മാവന് ചായ എടുത്തോണ്ട് കൊടുക്കുക. ഞാൻ ചായ എടുത്തോണ്ട് കൊടുത്തോളാം. ഞാനിതിലൊന്നുമില്ലേ? അമ്മാവനോട് ഇന്ന് മോഷിക്കാൻ പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ, അപ്പൊ അതിന്റെ ചെറിയ എരിവുണ്ടല്ല. ഇനി എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടോ മോഷണം? ടെക്നിക്ക് ഉണ്ട്. ഇപ്പം അമ്മാവൻ അതും കൂടെ കേട്ട് പഠിക്കണം. ഇന്ന് ഒരു ജുവലറി, ഒരു ബാങ്ക് കൊള്ളടിക്കാൻ തീരുമാനിച്ചു. ഇന്നാ എവിടെ? നമ്മുടെ അടുത്ത് തന്നെ സഹകരണ ബാങ്ക്. ഒന്നുമില്ല, ലോൺ ചോദിച്ചപ്പോ അയാൾ തന്നില്ല. ആണല്ലേ? എന്നാ പിന്നെ അതൊന്ന് കുത്തി ഇന്ന് രാത്രി പോകും. എടീ ചായ കൊടുക്കും. ഇത് രമേശന് അത്യാവശ്യം അകത്താക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ? ഇത് അമ്മാവന്. അമ്മാവനകത്താക്കോ, അതകത്താക്കോ. ഇത് അകത്താക്കാനുള്ള സാധനം കിട്ടി. അതൊന്നും ഒരു വിഷയം. അമ്മാവനെ ചിരിച്ചിരിച്ച് ചാകും. ബോംബെയിലെ കാര്യം ചായ കുടിച്ചാ നല്ല ചായല്ലേ? നല്ല, ഇവിടെ ചായക്ക് നല്ല അഭിപ്രായം. എന്തമ്മോ? ഒന്നുമില്ല, ചായക്ക് നല്ല. എന്താ അമ്മാവ, വല്ല വിമിഷ്ടമുണ്ടോ? വിമിഷ്ടമുണ്ട്. ബാത്റൂം എവിടെയാ? ബാത്റൂം അയ്യോ എനിക്കറിഞ്ഞൂടാ. നീ പോവാറില്ലേ? അല്ല, നമ്മൾ ഈ വർക്കിന് പോകുമ്പോ അവിടെ തന്നെ മോഷമൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങ് പോരുകയാണ്. തെക്കേ മൂലക്കുണ്ട്. 4 ചാക്ക് മറച്ചപ്പുണ്ട്, അതാ ബാത്റൂം. അമ്മാവൻ എന്താ പറഞ്ഞിട്ടേ കിടന്നോണ്ട് തുള്ളുന്നത്? അത് ആരാന്നറിയാമോ? ആരായിരുന്നു? നിന്റെ അമ്മാവൻ, ബോംബെ താമസിക്കണ അമ്മാവൻ. എന്റെ മനുഷ്യ, ഇങ്ങോട്ട് പോ. അത് സ്ഥല എസ് ഐ സുധാകരൻ. ഞാൻ പറയട്ടെ, ഞാൻ അവനെ വിമ്മ് കലക്കി കൊടുത്തിട്ടുണ്ട്. അവനെ ഇപ്പഴേ ഒന്നും ഇങ്ങോട്ട് കേറി വരത്തില്ല. പക്ഷെ വേറൊരു കാര്യം ആദ്യം പറയാൻ, അങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്റെ നേരെ നിൽക്കുമല്ലായിരുന്നോ? ഇപ്പൊ എന്തോ ചെയ്യ? എനിക്ക് ആ പടം പേടിയാവുന്നു. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അല്ലെ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ? എങ്ങനെയാട്ടാ നിങ്ങൾ രക്ഷപ്പെട്ടേ? എന്നെ കൊല്ലു അയാള്. അതിൽ കാര്യമില്ലല്ലോ, എനിക്ക് രക്ഷപ്പെടണ്ടേ, ജീവിക്കണ്ടേ? എനിക്ക് എന്തെങ്കിലും പറ്റി നിങ്ങൾക്ക് വിഷമം, നിങ്ങൾക്ക് പിന്നെ ആരാ ചേട്ടാ ഉള്ളേ? അത് കൊള്ളാം. ഇതിനൊക്കെ വല്ല പ്രയാസമുള്ള കാര്യമാണ്. നാട്ടിലെ ഇറങ്ങി ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടി സുഖമായിട്ട് ജീവിക്കണം. കാര്യം ഞാൻ നോക്കും. അപ്പൊ ഞാൻ ചാവുന്നോണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതിലെന്താടി ബുദ്ധിമുട്ട്? എടി ഇപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വന്ന് നമ്മളത് സഹിക്കണം, അതിനുവേണ്ടി തയ്യാറാകണം. പക്ഷെ എനിക്ക് രക്ഷപ്പെടണം. നിങ്ങൾ രക്ഷപ്പെടണം അല്ലേ? നിങ്ങൾ രക്ഷപ്പെടുന്നോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനെ ഒന്ന് കണ്ടോട്ടെ, ഞാൻ ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചേട്ടാ. അതൊന്നും കുഴപ്പമില്ല, പിടിച്ചോ ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചേട്ടാ. കെട്ടിപ്പിടിക്കാം. ചേട്ടന് കൈ ഇങ്ങോട്ട് എന്താന്നറിയാം? പറയട്ടെ, ഞാൻ കെട്ടിപ്പിടിക്കുമ്പോ ചേട്ടൻ എന്തെങ്കിലും കുസൃതി കാണിച്ചാലോ? ചേട്ടനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ ചേട്ടാ. എനിക്ക് എന്റെ പള്ളക്ക് 4 ഉണ്ട കയറണ്ട. നീ ഞാനില്ലെങ്കിൽ വേറെ പെണ്ണിനെ കെട്ടി. അതൊക്കെ പൊളിഞ്ഞ്, അതൊക്കെ എടുത്ത് മാറ്റി, വിക്കൊക്കെ എടുത്ത് മാറ്റി. പറഞ്ഞോടെ നിൽക്കാതെ വെടിവെക്ക് സാറേ. ഞാനിത് പിടിച്ചോണ്ട് എന്നിട്ട് എന്തെടുക്കാനാ? നിനക്കത് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും, പക്ഷെ എനിക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പോകട്ടെ. ഏതായാലും ആ പോലീസുകാരൻ പോയ സ്ഥിതിക്ക് അടുത്ത പോലീസുകാരൻ ഞാനാ. യു ആർ അണ്ടർ